ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. NCCയുടെ വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. വയനാട് നരഭോജി കടുവ ചത്ത നിലയിൽ. കടുവയുടെ സാന്നിധ്യം സംശയിച്ച ഇടങ്ങളിൽ അന്വേഷണം തുടരും. മേഖലയിലെ കർഫ്യൂ പിൻവലിച്ചു. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിച്ചു. വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ISROയ്ക്ക് കീഴിലുള്ള വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്റർ ഡയറക്ടറായി M. മോഹൻ ചുമതലയേറ്റു. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ബംഗളൂരു FC പോരാട്ടം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന NCCയുടെ വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. യുവശക്തി വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 800-ലധികം കേഡറ്റുകൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടിയും അരങ്ങേറും. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. പുലർച്ചെ 6 മണിയോടെ ദൌത്യസംഘമാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. കടുവയുടെ ദേഹത്ത് മുറിവുകളുണ്ട്. മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂവെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. 4 ദിവസം മുൻപ് ആദിവാസി യുവതി രാധയെ കൊലപ്പെടുത്തിയ കടുവ ഇന്നലെ ദൌത്യസംഘത്തിലെ ഒരാളെ ആക്രമിച്ചിരുന്നു. വയനാട് നേരത്തെ കടുവയുടെ സാന്നിധ്യം സംശയിച്ച മറ്റിടങ്ങളിൽ അന്വേഷണം തുടരുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനംവകുപ്പ് പ്രത്യേക സംഘം ഇന്നും നാളെയുമായി പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വളരെ ആത്മാർത്ഥമായ ശ്രമത്തെ, റിസ്ക് എടുത്തുകൊണ്ടുള്ള ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിനുവെച്ച ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിൽ ഇന്ന് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. അതേസമയം പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ചിക്കറ ഭാഗങ്ങളിൽ പ്രഖ്യാപിച്ച കർഫ്യൂ പിൻവലിച്ചതായി വയനാട് ജില്ലാ കളക്ടർ സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിച്ചു. വേതന പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. അതേസമയം ഇന്ന് 200-ലധികം റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സമരം നടത്തുന്ന റേഷൻ വ്യാപാരികളുമായി മന്ത്രി GR അനിൽ ഇന്ന് ചർച്ച നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. ഓൺലൈനായും റേഷൻ വ്യാപാരികൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ISROയ്ക്ക് കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്റർ ഡയറക്ടറായി M. മോഹൻ ഇന്ന് രാവിലെ ചുമതലയേറ്റു. ISRO ചെയർമാനായി ഡോക്ടർ V. നാരായണൻ നിയമിതനായ ഒഴിവിലാണ് നിയമനം. ആലപ്പുഴ മുല്ലയ്ക്കൽ സ്വദേശിയാണ്. 2024 ജൂലൈ 1 മുതൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പ്രോജക്ട് വിഭാഗം ഡയറക്ടറാണ്. 1ാം ചന്ദ്രയാൻ ദൌത്യത്തിൽ ചന്ദ്രനിൽ ഇന്ത്യൻ പതാക പതിപ്പിച്ച മൂൺ ഇംപാക്ട് പ്രോബിന്റെ സിസ്റ്റം ലീഡറായിരുന്നു M. മോഹൻ. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതുക്കിയ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി തിരുവനന്തപുരത്ത് ആരംഭിച്ചു. മന്ത്രി V. ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് യോഗം. 2, 4, 6, 8 ക്ലാസുകളിലെ പുതുക്കിയ 128 ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകയും ദേശാഭിമാനിയുടെ ആദ്യ വനിതാ ന്യൂസ് എഡിറ്ററുമായ തുളസി ഭാസ്കരൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി അംഗമാണ്. ഭൌതികദേഹം ഉച്ചയോടെ മാഞ്ഞാലിക്കുളത്തെ വീട്ടിലെത്തിക്കും. സംസ്കാരം നാളെ തൈക്കാട് ശാന്തികവാടത്തിൽ നടത്തും. തുളസി ഭാസ്കരന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മദ്യവില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതുപോലെ ഈ തീരുമാനത്തിലും സുതാര്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും ശ്രീ VD സതീശൻ ആവശ്യപ്പെട്ടു.
സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഹരിത കേരള മിഷൻ സംഘം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടമലക്കുടിയിലെ വെള്ളവര, പരപ്പയാർ, ഇഡ്ഡലിപ്പാറ സൊസൈറ്റി, മേവളയാൻ പാറ, കീഴ്വളയാൻ പാറക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഹരിത കേരള മിഷൻ സന്ദർശനം നടത്തിയത്. വിവിധ കുടികളിലെ അങ്കണവാടികൾ, ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ LPS പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളും സംഘം സന്ദർശിച്ചു. ഇതോടൊപ്പം ശുചിത്വശീലങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കൽ, കത്തിക്കൽ, ഒഴിവാക്കൽ, വലിച്ചെറിയൽ രഹിത പ്രദേശമാക്കി മാറ്റൽ എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി. കണ്ണൂർ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച കണ്ണൂർ പുഷ്പോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സ്ഥാപിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസിന്റെ ധാരണാപത്രം മന്ത്രി ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിലും മഹാത്മാഗാന്ധി സർവകലാശാലയും തമ്മിൽ കൈമാറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലെത്തിക്കാൻ സ്ഥാപിക്കുന്ന 7 മികവിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. കേരള സർക്കാരിന്റെയും കേരളത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന സംരംഭമായിട്ടാണ് ഈ കേന്ദ്രത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. വിപുലമായ ശാസ്ത്ര ഗവേഷണത്തിലുള്ള പ്രധാന അന്തർദേശീയ കേന്ദ്രം വികസിപ്പിക്കുകയാണ് ഇതുവഴി സാധിക്കുക. കോഴിക്കോട് തിക്കോടിയിൽ തിരയിൽ അകപ്പെട്ട് മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോയി. കൽപ്പറ്റയിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട 4 പേരാണ് തിരയിൽപ്പെട്ട് മരിച്ചത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 606 പോയിന്റ് താഴ്ന്ന് 75,587-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 188 പോയിന്റ് കുറഞ്ഞ് 22,906-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണം ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 7,540 രൂപയും പവന് 60,320 രൂപയുമാണ് ഇന്നത്തെ വില. പാലക്കാട് നെന്മാറയിൽ അമ്മയും മകനും വെട്ടേറ്റ് മരിച്ചു. പോത്തുണ്ടി ബോയൻ കോളനിയിൽ മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയോടെയാണ് സംഭവം. കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ അയൽവാസിയായ ചെന്താമരയാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മരിച്ച സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റിനെ ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെ KPCC വക്താവായി നിയമിച്ചു. KPCC പ്രസിഡന്റ് K. സുധാകരൻ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നിലവിലെ കോൺഗ്രസ് പാർട്ടി വക്താക്കളുടെ പട്ടികയിൽ സന്ദീപ് വാര്യരെയും ഉൾപ്പെടുത്തി. കോഴിക്കോട് മൂരിയാട് പാലത്തിന് സമീപം 2 ഇരുനില വീടുകൾ ഭാഗികമായി കത്തിനശിച്ചു. ആളപായമില്ല. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഫയർ യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. ബൈക്കിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് നിഗമനം. കേരള സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ മുൻ പ്രസിഡന്റും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റുമായിരുന്ന P. സുന്ദർദാസ് കോഴിക്കോട് അന്തരിച്ചു. ബീച്ച് റോട്ടറി ക്ലബ് പ്രസിഡന്റ്, ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. 50 വർഷത്തോളം കോഴിക്കോട്ടെ വ്യാവസായിക, സാമൂഹിക, കായിക രംഗത്ത് വിവിധ സംഘടനകളിൽ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ വിഴിഞ്ഞം കോൺക്ലേവിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. 300 പ്രതിനിധികളും 50-ലധികം പ്രമുഖ നിക്ഷേപകരും പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമര പ്രചാരണ യാത്ര കണ്ണൂർ ജില്ലയിൽ ഇന്ന് പുനരാരംഭിക്കും. ജില്ലയിൽ 2 മണിക്ക് ആറളത്തും 4 മണിക്ക് കൊട്ടിയൂരിലും യാത്ര എത്തിച്ചേരും. തുടർന്ന് വയനാട്ടിലേക്ക് പോകും. പ്രധാന വാർത്തകൾ വീണ്ടും. NCCയുടെ വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. വയനാട് നരഭോജി കടുവ ചത്ത നിലയിൽ. കടുവയുടെ സാന്നിധ്യം സംശയിച്ചയിടങ്ങളിൽ അന്വേഷണം തുടരും. മേഖലയിലെ കർഫ്യൂ പിൻവലിച്ചു. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിച്ചു. വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ISROയ്ക്ക് കീഴിലുള്ള വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്റർ ഡയറക്ടറായി M. മോഹൻ ചുമതലയേറ്റു. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ബംഗളൂരു FC പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.